ഗൈസ് രാവിലെ തന്നെ ഒരു കട്ടൻ ചായം കുടിച്ചിട്ടാണ് തുടങ്ങണത്. ഇതെൻ്റെ ആദ്യത്തെ വണ്ടിയാണ്ട, അടിപൊളിയല്ലേ. ഗേറ്റിൻ്റെ ആക്കോലും വണ്ടിയുടെ ആക്കോലൊക്കെ എടുത്ത് രാവിലെ തന്നെ വണ്ടി ഇട്ടേക്കണ സ്ഥലത്തേക്ക് നടക്കണേണ്ട. സമയം 7:08 വണ്ടിയൊക്കെ കുട്ടപ്പനായിട്ട് നടക്കണേണ്ട, അടിപൊളി. ഇന്നലെ ഒരു പൂച്ചക്കുരങ്ങൻ ഇതിൻ്റെ മേളിൽ കൂടി നടന്ന് കയറിയായിരുന്നു. വണ്ടി ഇവിടെ നിന്ന് ഞാൻ മാറ്റും കേട്ടോ. എൻ്റെ സെൻട്രൽ ലോക്കാണത്. വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നോക്കണം, വണ്ടീൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. ഏതെങ്കിലും ഗസ്റ്റ് വല്ലതും മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പണി പാലുമ്പളത്തേക്ക് കിട്ടും. പിന്നെ കയറുമ്പോൾ തന്നെ ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കാം. ഗൈസപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങണേടാ. ഇപ്പം സമയം 7:12. ഇന്ന് 4-ാം തീയതി 7-ാം മാസം. ഇന്ന് ഞാൻ രാവിലെ ഇറങ്ങിയേക്കണേണ്ട. അപ്പം അതുപോലെ 10 മണിക്ക് ഇറങ്ങിയിട്ട് 5 മണി വരെ ഓട്ടോ ഇല്ലാതെ ഇറങ്ങണേല. അതിരാവിലെ തന്നെ ഇറങ്ങിയേക്കണാണ്. രാവിലത്തെ ഓട്ടം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇറങ്ങിയേക്കണേണ്ട. എൻ്റെ യൂബർ ഫീൽഡിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ 7 മണിക്ക് ഇറങ്ങി ഓട്ടണേടാ. സോ നമുക്കിന്ന് മാക്സിമം പൈസയൊക്കെ സെറ്റാക്കണം. EMI ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓടിയില്ലെങ്കിൽ വള്ളിയാകും. അതുപോലെ എല്ലാം ഓണാക്കണാണ്. രാവിലെ എണീറ്റിട്ട് ഭയങ്കര ജലദോഷം കയറിയല്ല ദൈവമേ. ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഓടാൻ പറ്റില്ലെന്ന് ഷോയിരിക്കും. കാരണം കസ്റ്റമേഴ്സിന് നമുക്കൊരു ശല്യമാരുത്. അവർ കയറിയിട്ട് പെട്ടുപോയെന്ന് പറയാൻ നിൽക്കരുത്. അതുകൊണ്ട് ജലദോഷമൊന്നും വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കരുത് കേട്ടോ. അറ്റ്ലീസ്റ്റ് യൂസ് ദ മാസ്ക്. അങ്ങനെ നമ്മൾ കമ്പനിയിലെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആര് നമുക്ക് ഓട്ടം തരുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. യൂബർ, ഫൈൻഡിങ് ട്രിപ്സ് ഓക്കെ, യാത്രി ഓക്കെ, പിന്നെ നമ്മുടെ ഓല എല്ലാം ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, കൊച്ചി റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ എനിക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെ 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 നന്ദിയുണ്ട്. പിന്നെ കമൻസൊക്കെ കുറേയൊക്കെ റിപ്ലൈ അയക്കാൻ എനിക്ക് പറ്റണില്ല, കാരണം കുറേ കമൻസ് വന്നിട്ടുണ്ട്. സോ കമൻസ് മാത്രം ഞാനൊരു ദിവസം റീഡ് ചെയ്തിട്ട് എല്ലാത്തിനും ഉത്തരം തരുന്നതാണ്. ആ ഒരു വീഡിയോ മാത്രം ഞാൻ ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞായറാഴ്ച ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. വീഡിയോ കട്ടൊക്കെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കഥ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് ഓട്ടത്തിലേക്ക് പോകട്ടെ. ഇതേപോലത്തെ ഒരു അത്തറിൻ്റെ കുപ്പ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടാ. ഞാൻ സെൻറ്റൊന്നും അടിക്കില്ല, അങ്ങനത്തെ അത്തറൊക്കെ അടിക്കണം. ഞാനപ്പോൾ അത്തറൊക്കെ അടിച്ചൊന്ന് സെറ്റായിട്ട് കയറിക്കാം. അപ്പോൾ കയറണവർക്കൊരു നല്ല ഫ്രഷ്നെസ് കിട്ടും. ഇതാവേ കാത്തോളനെ, നല്ല ഓട്ടം തന്നെ. ഞാൻ പള്ളുരുത്തി കുമ്പളങ്ങി വഴി എന്ന് പറയും, അവിടെ തന്നെ ഉണ്ടോ ഞാൻ കിടക്കണത്. അതായത് ഇവിടെ ഉള്ളവർക്കും യൂബർ വിളിക്കണ്ടേ. സോ ഇവിടെ തന്നെ നിൽക്കാം. വണ്ടി കുറച്ച് നേരം ഓണാക്കി ഇടണേടാ. വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടാകാൻ നോക്കാമല്ലേ, സൗണ്ടിനൊക്കെ കുറുകൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ നോക്കട്ടെ. പിന്നെ മച്ചാന്മാരെ, ഞാനൊരു ഡാഷ് ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ചെസ്റ്റ് മൗണ്ട് മേടിച്ചായിരുന്നു മൊബൈൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി. പക്ഷെ അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും, അത് എനിക്ക് യൂസ്ഫുൾ അല്ല. ഡാഷ് ക്യാമറയിലെ വിഷ്വൽസും കുറച്ചും കൂടി ആഡ് ചെയ്യാനൊക്കെ ഞാനിങ്ങനെ പ്ലാനിങ്ങിൽ വെച്ചേക്കാനുണ്ടോ. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും നല്ല ഡാഷ് ക്യാം അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഒരെണ്ണം ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 4-ാം തീയതിയാണ് തുടങ്ങിയേക്കണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. പരമാവധി ഞാൻ റിപ്ലൈ ചെയ്യാം. കുറേ കമൻസ് വന്നതുകൊണ്ട് എനിക്ക് വണ്ടി ഓടണം, യൂബർ എടുക്കണം, യാത്ര എടുക്കണം, കമൻ്റ് അടിക്കണം, എല്ലാം കൂടി അങ്ങോട്ട് ടൈറ്റ് കോമ്പറ്റീഷനായി പോയി. അതുപോലെ 6 മണിക്ക് എണീക്കണമെന്ന് വിചാരിച്ചതാണ്. എണീറ്റത് 6:30ക്കാണ്. ചളവടയെന്ന് പറഞ്ഞ് കുളിച്ച് ഒരു കട്ടൻ ചായം കുടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കണേടാ. ഒന്നും കഴിച്ചില്ല, കാരണം നമുക്ക് രാവിലത്തെ ഓട്ടം മുഖ്യമാണ് ബിഗിലേ എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് സെറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ബോറടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ എനിക്ക് വ്യൂസ് കയറില്ല, ക്ഷമിക്കട്ടാ. അച്ഛന്മാരാപ്പാ, നമുക്ക് 10 മിനിറ്റ് പോസ്റ്റ് അടിക്കണ്ടേ. ഇപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ വയറ് ചാടണുണ്ടെന്ന്. അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കളിയാക്കണേന്ന്. എന്താണിത് കുംഭവർണ്ണനായ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണേയിരുന്നു. സോ ഇനിയുള്ള മറ്റേ ടൈം ലൈൻ, അതായത് നമ്മുടെ എല്ലാത്തിനും ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി പോകണേട്ടാ. രാവിലെ എണീറ്റ് ഓടാനോ ജിമ്മിലാ എന്താന്ന് വെച്ചാൽ ചെയ്യണം. വയറ് ഇങ്ങനെ ഇരിക്കരുത്. ഇതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 4-ാം മാസമായെന്ന് എനിക്ക് തോന്നണം. നല്ല ഫുഡ് അടിയാണ്. കാണാൻ ഹോട്ടലിൽ കയറിയൊക്കെ ഫുഡ് അടിക്കും. കാരണം എപ്പോഴൊക്കെ കഴിക്കാൻ പറ്റണേന്ന് നമുക്ക് തന്നെ അറിയില്ല. ഈ ഓൺലൈൻ ഡ്രൈവേഴ്സിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. സോ വയറങ്ങനെ ചാടിപ്പോട്ടെ ഗൈസ്. നമുക്കിത് 6 പാക്ക് ആക്കി എടുക്കണം. ഞാനതൊക്കെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ മാക്സിമം വയറ് ചുരുക്കണം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ വന്ന് ബഡിയായിട്ട് കാറിലിരിക്കേണ്ടി വരും. ഊബറേ ഓട്ടം തരൂ ഓലെ, ഒരു ഓട്ടം തരൂ പ്ലീസ്.
ഉറക്കോ കളഞ്ഞ് വന്നേക്കാണ്. 72 രൂപയല്ലേ തരാനുള്ളത്. തരാട്ടാ, കുറച്ച് ദിവസം കഴിയുമ്പോൾ തരാം. ഊബറിന് എത്ര കൊടുക്കാണ്ടെന്ന് നോക്കട്ടെ. ഊബർ അയ്യോ, ഊബറിന് 200 രൂപ ഞാൻ കൊടുക്കാണ്ട്. ഇന്നൊരു 1000 രൂപയുടെ ഓട്ടം തന്നാൽ ഊബറിന് തരാനുള്ള കടങ്ങളെല്ലാം ഞാൻ തന്നു തീർക്കും. ഊബർ വണ്ടി കാലേ കിടക്കുന്നുണ്ട്. ആർക്കെങ്കിലും കയറണമെങ്കിൽ കയറാം. ഊട്ടി, കൊടൈക്കനാൽ, വാത്തുരുത്തി, കാനങ്ങാട്, കൊടപ്പുറം, കടപ്പുറം എല്ലായിടത്തോടും പോട്ടാ. അങ്ങനെ വിളിച്ച് കയറ്റാൻ പാടില്ല. അങ്ങനെ വിളിച്ച് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ടാക്സിക്കാരുടെ ഇത് പോവും, മീൻസ് അവരുടെ ഓട്ടം പോവും. അപ്പോൾ അവർക്ക് നമ്മളോട് ശത്രുതയാവും. അപ്പോൾ ഓൺലൈൻ ഡ്രൈവേഴ്സിനോടൊക്കെയാണ് പറയണത്, ഇതേപോലെ നമുക്ക് ഒരു ഡ്രോപ്പ് കിട്ടി പോയി അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് വിളിച്ച് കയറ്റി കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കഞ്ഞൂടി മുട്ടും. സോ അങ്ങനെ ചെയ്യരുത് കേട്ടോ, അങ്ങനെ ചെയ്യരുത്. ചെയ്യുന്നത് തെറ്റാണ്. നമുക്കുള്ളത് നമുക്ക്, സീസറിനുള്ളത് സീസറിന്, അങ്ങനെ നിങ്ങൾ കരുതുക. മഴക്കാരുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു കാരുണ്ട്, പക്ഷേ വലിയ മഴ പെയ്യൂല. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഊബർ വേണം. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുഴിയിലും പോയി ചാടും. റോഡൊക്കെ അങ്ങനത്തെ അവസ്ഥയിലാണ്. മൈജോലി ഇന്നലെ സർവീസിനുണ്ടെന്നപ്പോൾ അവർ വൈപ്പറിന് മറ്റേ ഇതിൻ്റെ ഉള്ളിൽ എന്ന് സോപ്പ് വെള്ളമാണെന്ന് കലക്കി വെച്ചാണ്. ദൈവമേ, കൊള്ളാല പരിപാടി. ഇനി സോപ്പ് തുടച്ചാലാണല്ലോ സൈഡിൽ ഇറങ്ങിയിട്ട്. 7 മണിക്ക് ഇറങ്ങിയിട്ട് 7:31 കേസ്. അരമണിക്കൂർ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. ഒരാൾ പോലും വിളിച്ചിട്ടില്ല കേട്ടോ ഊബർ. വണ്ടി ഓഫാക്കിയിട്ടേക്കാം, വെറുതെ ഗ്യാസ് കത്തിച്ചളന്നതിനല്ലേ. അമ്മ പാവട്ടാ. നാളെ രാവിലെ ഞാൻ ഇറങ്ങും അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മ രാവിലെ തന്നെ പുട്ടും ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഗൈസ്. ഇങ്ങനെ ഓട്ടം കിട്ടാതെ കിടക്കണമായിരുന്നെങ്കിൽ നമുക്ക് കഴിക്കായിരുന്നു. പക്ഷെ അറിയില്ലല്ലോ ഓട്ടം എപ്പോൾ വരുമെന്നൊന്നും. എല്ലാം ലക്കാണ് മോനെ. കുറച്ച് പൈസ ഞാൻ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലേക്ക് അരി മേടിക്കണ്ടേ, അല്ലെങ്കിൽ വീട്ടിൽ പട്ടിണിയാവും. 13-ാം തീയതിയാണ് EMI എന്ന് പറഞ്ഞേക്കണത്. ദൈവമേ, അതിനുമുമ്പ് ഒരു ഓട്ടം കിട്ടിയില്ലെങ്കിൽ വളരെ ശോകമാണ്, ദയനീയമായ അവസ്ഥ. ഈ ഓൺലൈൻ മാത്രം നോക്കി വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഗൈസ്. നമുക്ക് ഓട്ടം എപ്പോഴൊക്കെ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഓൺലൈൻ മാത്രം ഓടാനാണെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി ടഫായിരിക്കും കേട്ടോ. ടഫ് എന്ന് പറഞ്ഞാൽ മുട്ടൻ ടഫായിരിക്കും. മാസം അവസാനം ആകുമ്പോൾ ഊബർ എനിക്ക് എത്ര ഓട്ടം തന്നു, ഒല എത്ര ഓട്ടം തന്നു എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ. ഇപ്പം 4-ാം തീയതി അല്ലേ ആയിട്ടുള്ളൂ, മാസം അവസാനം ആകട്ടെ. അതാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചില വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ, അങ്ങനെ ഞാൻ എന്തോ പറയണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ, നമുക്ക് മാക്സിമം സെറ്റ് ആക്കാം. പിന്നെ ഡ്രൈവർമാരോട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ ബസ് നിർത്തിയിട്ടിട്ട് ബാക്ക് സൈഡിൽ കൂടി ഒരു കൊച്ചു ഓടിപ്പോയിട്ട് ആ കൊച്ചിനെ കാറിടിച്ച് തെറിപ്പിച്ച്. ഭാഗ്യത്തിന് ആ കൊച്ചിന് ചെറിയ ഇഷ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രക്ഷപ്പെട്ട ആ കൊച്ചി. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ കിടക്കണുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുമ്പോൾ നമ്മളറിയില്ല, പിള്ളേരാണ് പെട്ടെന്നായിരിക്കും ക്രോസ് ചെയ്യണത്. പിള്ളേർ ഈ വണ്ടി, അതായത് നമ്മുടെ സ്കൂൾ പരിസരങ്ങൾ, പിള്ളേരുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. അവരെപ്പോൾ വേണമെങ്കിലും വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടും. മാക്സിമം നമ്മൾ സ്ലോ കുറച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ 8ന്റെ പണിയായിരിക്കും ഇവിടെ നിങ്ങളെയും കാത്തിരിക്കണത്. എനിക്ക് ഈ പിള്ളേരെ റോട്ടിൽ കാണുമ്പോൾ തന്നെ ഞാൻ ബ്രേക്കാണ് ഇപ്പം. കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. അത് നമ്മളെ തന്നെ ആകെ ടെൻഷനായി പോകും. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ആകെ എൻ്റെ കിളി പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ 1/2 മണിക്കൂറായി പോസ്റ്റ്. 1/2 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കണത് ഇവിടെ ഓട്ടം കിട്ടില്ല, എന്നാൽ അപ്പുറത്തെ പോയിന്റിലേക്ക് പോകാമെന്ന്. അങ്ങനെ അപ്പുറത്ത് നല്ലൊരു ജംഗ്ഷൻ നോക്കി അവിടെ കിടന്ന് കഴിയുമ്പോൾ വിചാരിക്കും അവിടെ ഓട്ടം കിട്ടൂല, എന്നാൽ നമുക്ക് അപ്പുറത്തെ പോയിന്റിലേക്ക് പോകാമെന്ന്. അങ്ങനെ പോയി വൈകുന്നേരം വരെ കറങ്ങി നടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൊരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ അവിടെ നിന്ന് ഒരു അടി കിട്ടിയിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വമ്പൻ ഫ്ലോപ്പാണ്ടാ. എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഞാനിതുപോലെ ഇവിടെ നിന്ന് അവിടെ പോവും, അവിടെ നിന്ന് ഇവിടെ പോവും, ഇവിടെ നിന്ന് അപ്പുറത്ത് പോവും. പോയി എൻ്റെ CNG തീർന്നു. എനിക്ക് നടന്ന കാര്യമാണ് മച്ചാമാരെ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് നിൽക്കണമെങ്കിൽ മാക്സിമം അത് ഓട്ടമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോയാൽ മതി. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കിടന്നിട്ട് രക്ഷയില്ലട്ടാ, ഞാൻ അപ്പുറത്തേക്ക് പോണേ. ഇവനെന്ത് തേങ്ങണി പറയണേന്നല്ലേ, എൻ്റെ അവസ്ഥ ഇതാണ്. അങ്ങനെ ചെയ്യണോടാ, അല്ലെങ്കിൽ നമ്മുടെ CNG വെറുതെ കത്തിപ്പോവും. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് വേണ്ട. 7 മണിക്ക് ഇറങ്ങിയല്ലേ, 7:45 ഇവിടെ ഓട്ടം പോലും വന്നിട്ടില്ല. രാവിലെ നല്ല ഓട്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞവരോടൊക്കെ എവിടെയോ ഓട്ടം. ഇനി രക്ഷയില്ല. ഇനി ഇതിലും നേരത്തെ ഇറങ്ങേണ്ടി വരുമോ എന്നറിയില്ല കേട്ടോ. ആ ചേച്ചിയുടെ വണ്ടി സ്റ്റാർട്ടാണല്ലോടാ. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് പോയി.
പെട്രോൾ തീർന്നാന്ന് തോന്നുന്നു. പോയി സഹായിച്ചാലോ. സഹായിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആ ചേച്ചി വണ്ടി വിട്ടുപോയി. ഇതാണ് എന്നെ കൊണ്ട് ആരും സഹായിപ്പിക്കരുത്. ബ്രേക്ക് ചോട്ടിട്ടെ ഇങ്ങനെ ക്രൂ എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ വന്നിട്ടില്ല. ദൈവമേ, എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? ആർ യു ഓക്കെ ബേബി? ഇവിടെ ഒരു ജിമ്മാണ് കേട്ടോ ഗൈസ്. ഈ ജിമ്മിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന വെച്ചതാണ് പണ്ട്. ഇപ്പം നിറച്ച ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്. മിക്സഡ് ആണ്, പക്ഷേ ഭയങ്കര തിരക്കാണ്. നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും തിരക്കായതുകൊണ്ട് ഇവിടെ കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ മാസം 1000 രൂപ ഉണ്ടോ. നമുക്ക് പള്ളുരുത്തി തന്നെ വേറൊരു ജിം അവിടെ ഉണ്ട്, 600 രൂപ ഉള്ളൂ മാസം. അവിടെ ആൾ കുറവാണ്. നമുക്ക് അവിടെ പോവാടാ. എന്തായാലും വരും വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഡ്രൈവർമാർ ഫസ്റ്റായിട്ട് ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ സീനാണ്. കാരണം വയറൊക്കെ ചാടി ഒരുമാതിരി പൊത്തോനെ പോലെ ഇരിക്കോട്ടെ കുറച്ച് നാൾ കഴിയുമ്പോൾ. മച്ചാന്മാരെ എല്ലാവരും ജിമ്മിനൊക്കെ പോയി ആരോഗ്യം നോക്കട്ടോ. ആയിട്ട് എല്ലാവരും പിടിച്ചിടിക്കാനല്ലട്ടാ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ നമ്മുടെ തെറ്റല്ലാതെ വന്ന് ഒരു 19 പേര് നമ്മളായിട്ട് ഇടിക്കാൻ ഫ്രണ്ടിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ഒരിടിയെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ. അപ്പം ഈ പറഞ്ഞ പോലെ ഒത്തത്തടിയും വെച്ച് ഇങ്ങനെ ടോടോടോടോടോടോടോ എന്ന് പറഞ്ഞ് കാറിൽ നിന്നൊക്കെ ഇറങ്ങി സ്ലോ മോഷനിൽ പോയിട്ട് എന്താടാ പറ്റിയേതോ ചോദിക്കുമ്പോൾ തന്നെ നമുക്കിട്ട് 19 ഇടി കിട്ടിയിട്ടുണ്ടാവും. അപ്പം മാക്സിമം നമ്മൾ ഫിറ്റായിട്ട് ഇരിക്കണം. ഞാൻ ഈ ഒരു മാസം കൊണ്ട് ആകെ സീനായിട്ടാണ്. ഞാനൊരു പ്രായമുള്ള ഒരാളെപ്പോലെയായി മാറി. ടാക്സിക്കാരുടെ ലൈഫാണ്ടാ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു മാസം കൊണ്ട് ഇങ്ങനെയെങ്കിൽ ഈ വർഷങ്ങളായിട്ട് ഓടണവരൊക്കെ ഇരുന്ന് എൻ്റെ പൊന്നെ സീനായിട്ടുണ്ടാവില്ല. എല്ലാവരും വർക്കൗട്ടൊക്കെ ചെയ്യും, അല്ലെങ്കിൽ നടക്കാനെങ്കിലും പോവും. ഞാനും പോകണം, അടുത്ത ആഴ്ച മുതൽ പോവാം. സോ നമുക്ക് തിങ്കളാഴ്ച മുതൽ ജിമ്മിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അതിപ്പിന്നെ ഓട്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ജോയിൻ ചെയ്യാൻ പോണേ. നമുക്ക് ഓട്ടം പനിയില്ലല്ലോ കർത്താവേ. എന്തു ആടേ ഒലക്കുട്ട, എണീക്കൂ. ഉറക്കം കിടക്കണോ? എണീക്കൂ. എണീക്കൂ. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. യൂബർ അല്ലട്ടാ ഗൈസ്, ഊബർ. ഉണരൂ പ്ലീസ്. ഉണരൂ. എവിടെ ഉണരാൻ? ഇത് ചത്തറകാണ് ദൈവമേ. നിങ്ങൾക്കൊക്കെ ഞാൻ ഫ്രീ പ്രൊമോഷനാണ് തന്നത്. നിങ്ങൾ എനിക്ക് ഓട്ടം തരാതിരുന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നിങ്ങൾ സീനായി പോണേണ്. എനിക്ക് ഓട്ടം താ, മാക്സിമം ഓട്ടം താ. അപ്പോൾ അതേ വീഡിയോയിൽ കാണിക്കും. ഫ്രീ പ്രൊമോഷൻ സെറ്റല്ലേ? നിങ്ങളുടെ ലൈഫ് സെറ്റാവും. ഊബർ പ്ലീസ് ഒരു ഓട്ടം തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞാലെങ്കിലും തരുമെന്നാണ് ദൈവത്തിന്. ആ ഫ്രണ്ട്സൊക്കെ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുണ്ട്. അവന്മാർക്ക് 2 പേർക്ക് ഓട്ടം കിട്ടി, ബാക്കിയുള്ളവർ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ വിളിച്ചായിരുന്നു. ഒരുത്തൻ ഫോട്ടോസിലുണ്ട്. ഞങ്ങൾ ഇവിടെ KL43 ഒരു ഗ്രൂപ്പാണ്ടാ. ഞങ്ങൾ 150 പേരുണ്ട്. നമുക്കൊരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കട്ട സപ്പോർട്ടാണ്ടാ. എല്ലാവരും അടിപൊളിയാണ്. അതേപോലെ ചങ്ക് പറിച്ച് തന്നെ ആൾക്കാരാണ്ടാ നമ്മൾ ഈ കൊച്ചിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ടാക്സി ഡ്രൈവേഴ്സിൻ്റെയൊക്കെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ ചെന്നിട്ട് അവരുടെ ഓട്ടം കളഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ വിളിച്ച് കയറ്റി കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഓട്ടം പോണേണ്. ചില ഈ ഓൺലൈൻ ഡ്രൈവേഴ്സ് പറയിപ്പിക്കാൻ വേണ്ടി ടാക്സി എയർപോർട്ടിൽ പോകും. എന്നിട്ട് അവിടെ ഡ്രോപ്പ് ഇട്ട് കഴിയുമ്പോൾ പുറത്തിറങ്ങിയിട്ട് ആൾക്കാരെ ക്യാൻവേസ് ചെയ്ത് വണ്ടി കയറ്റി കഴിയുമ്പോൾ അത് ശോകമല്ലേ. നമ്മൾ വിളിച്ചിട്ടാണ് പോണേന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നമ്മൾ വിളിച്ചിട്ടാണ് വന്നേക്കണത്, കറക്റ്റ് കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് പോവാം. ഇത് അവരവിടെ ചെന്ന് ക്യാൻവാസ് ചെയ്ത് വണ്ടി വിളിച്ച് കയറ്റി സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മൾ അവിടെ ഇതേപോലെ ചൊറിയും കുത്തി കിടക്കണ കുറേ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടാവും. അവർക്ക് പിന്നെ സീനാവൂലേ. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും എയർപോർട്ടിലൊക്കെ. ഞാനൊക്കെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിടിച്ചാണ് ഞാൻ വന്നത്. അവരും ജീവിക്കണേ, നമുക്ക് ഇവിടെ നിന്ന് ഓട്ടം കിട്ടി പോണേ. അതുപോലെ അവർ ഓട്ടം കിട്ടി ഇങ്ങോട്ട് തന്നെയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ കാലിക്ക് തന്നെ തിരിച്ചു പോണത്, മനസ്സിലായോ? പിന്നെ ഓൺലൈൻ റേറ്റും ടാക്സി റേറ്റും വ്യത്യാസം വരും. നമുക്ക് 1 സൈഡേ കിട്ടുള്ളൂ, അവർക്ക് ഡബിൾ സൈഡ് കിട്ടും, അത് വേറെ കാര്യം. ഇത് നമുക്ക് 1 സൈഡ് കിട്ടണതുകൊണ്ടാണ് പല ഓൺലൈൻ ഡ്രൈവേഴ്സും തിരിച്ചും കൂടി ഒരു ട്രിപ്പ് കിട്ടിയാൽ വളരെ ആശ്വാസമാണെന്ന് പറയുന്നത്. ഈ ഓൺലൈനിലൊക്കെ ട്രിപ്പ് വരുമ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ 3-3.5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു ട്രിപ്പ്, പിന്നെ ഊബറിൽ അടിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനത്തെ പരിപാടി കാണിക്കണം. അപ്പോൾ ഓരോരുത്തർക്ക് പല മൈൻഡാണ്. ഈ ആൾക്കാർ മൊത്തം പല മൈൻഡാണ്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്.
ഇതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കാനുള്ളത് നമുക്ക് കിട്ടണത് വെച്ച് ജീവിക്കുന്നത് ദൈവം തരും നമുക്കുള്ളത്. വെറുതെ ഇങ്ങനെ ഇടി പിടിച്ച് വെട്ടും കുത്തും നടന്ന് ഉള്ളതുകൊണ്ട് ആയുസ് കുറക്കണേക്കാട്ടും നല്ലത് കിട്ടണോണ്ട് ജീവിച്ചാൽ പോരെ, അത് മതി. എനിക്ക് കുറേ പേഴ്സണൽ ഓട്ടങ്ങളായിട്ടാണ് വയസ്സ്. പക്ഷേ ഈ 3-4 ദിവസമായിട്ട് ആരും വിളിച്ചിട്ടില്ല. എല്ലാവരെയും അങ്ങോട്ട് വിളിച്ച് ചോദിക്കാൻ പറ്റില്ല, ഓട്ടമുണ്ടോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിളിക്കുമ്പോൾ വിളിക്കും. പിന്നെ ഓലയും യൂബറിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, അല്ലേ? അതന്നെ സംഭവം. ഞാൻ ആരെയും കുറ്റം പറയില്ലട്ടാ. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഫീൽ ആണെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാട്ടോ. ഞാൻ എല്ലാവരുടെയും കാര്യം കറക്റ്റായിട്ട് ഞാൻ പറയണത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയണുള്ളൂ കേട്ടോ. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അടിപിടി എനിക്കതിനോടൊന്നും ഒരു താല്പര്യമില്ല. നമുക്ക് ആരെങ്കിലും വിളിച്ചിട്ടാണെങ്കിൽ ഓട്ടം പോകും, ഉണ്ടാക്കും, നീറ്റായിട്ട് ഡ്രോപ്പ് ചെയ്യും. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇപ്പം അവിടെ നിന്ന് വിളിച്ചാലും നമ്മൾ നൈസായിട്ട് പോയി പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഇതൊക്കെ തന്നെ. അവിടെ ചെന്ന് ക്യാൻവാസ് ചെയ്ത് ആള് കയറിക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സിക്കാർ വെറുതെ ഇരിക്കുമോ? അവർക്ക് ഓട്ടം പോകണല്ലേ, അവരും ഇങ്ങനെ കാത്ത് കെട്ടി കിടക്കണ ഒരു ഫ്ലൈറ്റ് വരാൻ വേണ്ടി. സോ അങ്ങനത്തെ ഇഷ്യൂസ്. എന്തായാലും എനിക്കൊന്നും ഓട്ടം കിട്ടിയിട്ടില്ല ഗൈസ്. എൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു തോന്നണത് ഗൈസ്. 1 മണിക്കൂർ പിന്നിട്ടാ 8:30. ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്. ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടാ. ഇപ്പം അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലത്താകൊണ്ട് ഇട്ടേക്കണേട്ടാ. ഇനി എന്താവുന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ഈ ഓട്ടം കിട്ടാതെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ഡെസ്പായി പോകും നമ്മൾ. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കോട്ടെ. നമ്മൾ രാവിലെ എണീറ്റ് ഓടി എന്നിട്ട് ഒരു ഓട്ടം പോലും കിട്ടിയില്ല എന്നുള്ളെങ്കിൽ ഭയങ്കര ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മെൻ്റലി തളർന്നു പോകും. എനിക്ക് 2 കൂടപ്പുറപ്പുണ്ട് കേട്ടോ. അതിൽ എനിക്ക് രാവിലെ ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും 10 രൂപ വെച്ച് തരോട്ടെ എനിക്ക് പുള്ളി കൈനീട്ടം. ഇന്ന് സെറ്റ് ആവടാന്ന് പറഞ്ഞ് തന്നെ കൈനീട്ടമാണിത് 10 രൂപ. ഞാനത് എൻ്റെ കൈ മുമ്പിൽ എന്നെ വന്ന് നമ്മൾ സിഗ്നലിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കൈ നീട്ടണവർക്ക് ഞാനത് കൊടുക്കൂടാ. അതാ പതിവ്. ഞാനിത് ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. എന്തായാലും പോസ്റ്റ് അടിച്ച് കിടക്കണല്ലേ, എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടേ ഗൈസ്. ഞാൻ യൂബർ ആപ്പിൽ കയറി നോക്കിയപ്പോൾ എൻ്റെ വണ്ടിക്ക് ചുറ്റും വണ്ടികൾ കിടക്കണുണ്ടോ. പിന്നെ എനിക്കെങ്ങനെ ഓട്ടം കിട്ടാൻ? ഇത് നോക്കിയേ, ചുറ്റും വണ്ടികൾ കിടക്കണേ. ഇവിടെ ഞാനിതാണ് എൻ്റെ റൗണ്ടും ആരും ഓട്ടം ഇല്ലാതെ കിടക്കണേ. ബെസ്റ്റ്. ഇനി ഈ ലൊക്കേഷനിൽ നിന്ന് അടിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. രക്ഷയില്ലപ്പ. പിന്നെ എങ്ങനെ എനിക്ക് ഓട്ടം കിട്ടാനാണ്? 9 മണിയായിട്ടാ. ക്ലോക്ക് മേടിച്ച് നോക്കാൻ ആരോ കമൻ്റ് അടിക്കണ്ടാണ്. ക്ലോക്കൊക്കെ ഞാൻ ഇങ്ങനെ മേടിച്ച് നോക്കാറ്. അത് വാച്ച് കാണിച്ചേ അത് ശീലമായിപ്പോയി. അതുകൊണ്ടാണ്ടാ, സോറി. എൻ്റെ ജീവിതം മുമ്പലും കഞ്ഞിയുമായി എവിടെ പോയാലും അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പേരെന്താ ബ്രോ? രാഹുലിടാ. മച്ചാനപ്പം പോളിടാ. എന്റെ മുഖം കണ്ട മനുഷ്യൻ. ഓക്കെ. അങ്ങനെ പാട്ടും കെട്ടിക്കുമ്പോ അത് നമ്മുടെ സബ്സ്ക്രൈബർ അടിപൊളി എന്നെ കണ്ടുപിടിച്ച് ഗൈസ്. ആദ്യമായിട്ടൊരു സബ്സ്ക്രൈബർ എന്റെ മുഖം കണ്ടുപിടിച്ച് ഗൈസ്. ആള് കറക്റ്റായിട്ട് എന്റെ മുമ്പിൽ. ഞാനിവിടെ ഫോർട്ട് കൊച്ചിയിലുള്ള മനുഷ്യനാണ്ടാ. പുള്ളിക്ക് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പുള്ളി ഫസ്റ്റ് എന്നെ കണ്ടുപിടിച്ച ആളല്ല. അപ്പൊ പുള്ളിയുടെ നമ്പർ എനിക്കും വേണമെന്നൊരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ നമ്പർ കൊടുത്ത്. അപ്പൊ ആദ്യമായിട്ടൊരു സബ്സ്ക്രൈബർ എന്നെ കണ്ടുപിടിച്ച് ഗൈസ്. എന്റെ പൊന്നെ സീക്കോണ്ട ദൈവമേ, വാളിയല്ല മച്ചാനെ, അടിപൊളിയിട്ടാ. താങ്ക് യു. ഇത് ഇത്ര നേരം ഓട്ടം ഇല്ലാതിരുന്നപ്പോ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഇതിലിട്ട് കൊട്ടേക്കണം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കണല്ലോ എന്റെ സബ്സ്ക്രൈബർ ആണെന്ന്. അടിപൊളി മച്ചാനെ, പൊളിച്ച്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം ഉണ്ടായി. അയ്യോ, പൊളിച്ചേ. ഇപ്പൊ എനിക്ക് ഓട്ടം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ മനസ്സ് നിറഞ്ഞു ഗൈസ്. അയ്യോ, വണ്ടി കൊണ്ട് ഫ്രണ്ട് നിർത്തിയിട്ട് ഞാനീ പാട്ടും കേട്ടോണ്ടിരിക്കണാണ്. എന്റെ അവസ്ഥയും കേട്ടോണ്ടിരിക്കണായിരുന്നു. അപ്പൊ ഇത് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയേട്ടാ മച്ചാൻ. ഓ, അടിപൊളി, തകർത്തിട്ടുണ്ടായാലും. പിന്നെ എന്റെ മുമ്പിൽ വന്ന് ചാടണവർക്ക് ഞാൻ നമ്പർ കൊടുക്കൂടാ. കാരണം അവരെ ഞാൻ മീറ്റ് ചെയ്തല്ലോ. കാരണം അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഫേക്ക് കോൾസ് ഒക്കെ കയറി വരും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ നമ്പർ കൊടുക്കാത്തത്. ഇപ്പൊ മച്ചാന് ഞാൻ നമ്പർ കൊടുത്തായിരുന്നു.
അപ്പൊ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം ഗൈസ്. എന്തായാലും പോര്, ഈ കുരിശ് നോക്കിയാൽ മതി. യെസ്, ഇതാണ് എന്റെ അടയാളം. ഇവിടെ കൊച്ചി റൈഡർ എന്ന് അടിച്ചാലാ എന്നെ സെക്യൂരിറ്റി ചേട്ടനെ ഓടിച്ച് മാറിക്കിടക്കടാ ആ മൂലൊക്കെ എവിടെയെങ്കിലും കൊണ്ടിടാ ഗൈസ്. കാരണം അവർക്ക് ഡ്യൂട്ടി സീനാവും, തിരക്കുള്ള സമയമല്ലേ ഗൈസ്. എന്റെ പൊന്ന് ഗൈസ്, 6 മണിക്ക് ഇറങ്ങിയിട്ട് 9:30 മണിക്കാണ് എനിക്ക് അടി വന്നത്. ഇപ്പൊ ഊബർ എന്നെ സഹായിച്ചിട്ടാ. ഗസ്റ്റിനെ കിട്ടി. വണ്ടിയുടെ നമ്പർ ടെമ്പററി നമ്പറായിരുന്നു എൻ്റെ. അപ്പോൾ അവർക്ക് കൺഫ്യൂസ്ഡ് ആയി. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി പറഞ്ഞുതരാം ഗൈസ്. മാതാവ് പ്രാർത്ഥന കേട്ടിട്ടാ. ഇങ്ങോട്ട് വന്നത് 550 റുപ്പീസാണ്ടാ. അത് 388 ആണ് നമുക്ക് ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയാൻ. എനിക്ക് കിട്ടിയേക്കണത് 550 റുപ്പീസ് ഊബർ മേടിച്ച് എനിക്ക് കിട്ടിയേക്കണത് 388. പക്ഷേ 400 സംതിങ് ആണ് കാണിച്ചത് എടുത്തപ്പോൾ. ഇപ്പം ഇതെന്താ ഇങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയില്ല. 450 ആണ് എൻ്റെ അടുത്ത് കാണിച്ചത്. ഇപ്പം അത് 388 രൂപയാണ് കാണിക്കുന്നത് കേട്ടോ. അതെനിക്കറിയില്ല ഊബർ എന്താണ് ഇങ്ങനെ എൻ്റെ പൈസയൊക്കെ പിടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആ മേഡം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു. ഒരു ടീച്ചറായിരുന്നു കേട്ടോ, പ്രായമുള്ള ഭയങ്കര നല്ലൊരു ടീച്ചറായിരുന്നു. ടീച്ചർ നല്ല അടിപൊളി ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് പുള്ളിക്കാരത്തേക്ക് ചെറിയൊരു ഡിസ്കിൻ്റെ എന്തോ പ്രോബ്ലം ആയിട്ട് ആയുർവേദ ഷോപ്പിൽ വന്നതാണ്. ടീച്ചർ എൻ്റെ അടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യും മോനെ എന്ന് പറഞ്ഞു. ഞാനും വെയിറ്റ് ചെയ്യാം, എനിക്കത് കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മച്ചാമാരെ, എനിക്ക് തിരിച്ചും ആ സ്ഥലത്തേക്ക് തന്നെ ട്രിപ്പുണ്ട്. പക്ഷേ 1 മണിക്കൂർ പോസ്റ്റ് ഉണ്ട്, കട്ട പോസ്റ്റ്. സോ ഞാനിവിടെ തന്നെ നിൽക്കാനുള്ള പരിപാടിയാണ്ടാ. എന്തായാലും നമ്മൾ ഈ 2 മണിക്കൂറൊക്കെ 7 മണിക്ക് ഇറങ്ങിയിട്ട് 9:30 മണിക്കാണ് ഒരു ട്രിപ്പ് എടുത്തത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ 1 മണിക്കൂർ എൻ്റെ അടുത്ത് പോസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഈ 1 മണിക്കൂറത്തെ പോസ്റ്റ് ഒന്നുമല്ല. സോ തിരിച്ചും എനിക്ക് ആ ട്രിപ്പ് അങ്ങോട്ട് തന്നെ ഉണ്ട്, സെയിം റേറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഹാപ്പി ഡേയ്സ്. എന്തായാലും 12 മണിക്കുള്ളിൽ നമുക്ക് വീട്ടിൽ കയറാം, വീഡിയോ എഡിറ്റ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് വീണ്ടും ഇറങ്ങാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ സംഭവം ഇപ്പം ഇത്തിരി ഉഷാറായിട്ടാ. രാവിലെ ഇത്തിരി ഡള്ളായിരുന്നു. 7 മണിക്ക് ഇറങ്ങിയിട്ട് നമുക്ക് എന്താ ഓട്ടം കിട്ടാത്തത്. പക്ഷെ ഇപ്പം ഒരു ഓട്ടം വന്നു കഴിയുമ്പില്ലേ, നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു തെളിച്ചം വന്നില്ലേ, ആ സാധനം ഇപ്പം എനിക്ക് കിട്ടിയിട്ടാ. പിന്നെ പോരാത്തതിന് നമ്മുടെ സബ്സ്ക്രൈബർ ഫസ്റ്റ്, അയ്യോ എന്നെ തിരിച്ചറിഞ്ഞു. കുരിശാണ് ഈ കുരിശ് കണ്ടിട്ടാണ് ഉണ്ടാവാൻ വന്നത്. എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ മച്ചാന്മാരെ, എല്ലാവരുടെയും സപ്പോർട്ട് അടിപൊളി. ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് ചെറുതായി വെറുതെ ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ മച്ചാന്മാരെ, ഞാൻ പോസ്റ്റ് അടിക്കട്ടെ. പിന്നെ രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പോൾ മാറ്റിയിട്ട് മേഡം നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. സോ നമുക്ക് എവിടെയെങ്കിലും പോയി നൈസായിട്ട് ഫുഡ് അടിക്കാം നോക്കട്ടെ. ഗൈസ്, ഈ റോഡിലൂടെ ഇങ്ങോട്ട് വന്നിട്ട് നോ കട, അവിടെ ഒരു ചെറിയ കട കണ്ടിട്ടാ, പക്ഷെ അവിടെ ഒന്നുമില്ല. നമുക്ക് തിരിച്ചു പോവാം. ഗൈസ്, ഇവിടെ ഒരു ചായക്കട, ചെറിയൊരു ചായക്കട, ഒന്നും കഴിക്കാനില്ല കേട്ടോ. നമുക്ക് ഒരു നാരങ്ങ വെള്ളം മേടിച്ച് കുടിക്കാം വെറും വയറ്റിൽ. ഇപ്പം സമയം 10:53 ആയിട്ടാ. എന്തായാലും അവർക്ക് ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ. കാരണം ഡിസ്കിനൊന്നും വയ്യാത്തൊരു പാവം ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ. ഞാൻ പറഞ്ഞു എനിക്ക് 50 രൂപ കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു സീനും ഇല്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാനേട്ടാ. എന്തായാലും ഹാപ്പി. നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു ഓട്ടോ കൂടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും പോയി ഒരു ചായ കുടിക്കട്ടെ. വണ്ടി ഓഫ് ആക്കിടാം, വെറുതെ CNG കത്തിക്കളയാണ്, പുറത്തിറങ്ങിയിരിക്കാൻ. എന്നിട്ട് ഗൈസ്, നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാ. അപ്പം നമ്മുടെ കടയിൽ നിന്ന് പുഴുങ്ങിയ മുട്ടയും ഒരു ചായയും കുടിച്ചിട്ടാ. കടയിൽ നിന്ന് താറാമുട്ടയാണെന്ന് തോന്നുന്നു. മുട്ട മാത്രമേ ഉള്ളൂ ഇവിടെ. 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. മുട്ടയെങ്കിൽ മുട്ട. എന്തായാലും ജിമ്മിന് പോകാൻ വേണ്ടി പോകണല്ലേ, പിന്നെ മുട്ടയൊക്കെ കഴിക്കാം. ഇവിടെ ടാക്സി നമ്പറൊക്കെ കൊടുത്തിട്ടാ കടയിൽ. രാവിലത്തെ ഫുഡ് ഇതാണ്ടാ നമ്മടാ. ഊബർ ഓണാണ്ടാ. അടി വന്നാൽ നമുക്ക് പോയിട്ടൊക്കെ വരാം. ആ മുട്ടയും കൂടി കഴിക്കട്ടെ. എന്തായാലും നമുക്കിത് അവിടെ തന്നെ തണലുണ്ട്, ആ തണലിൽ പോസ്റ്റ് അടിക്കാം. ഗൈസ്, ഒരു കിളി ഷിറ്റിട്ടു ഗൈസ്. എൻ്റെ വണ്ടി തന്നെ വന്ന് ഷിറ്റിട്ടല്ലടാ നീ.
എവിടെയാ കിളി? ഇന്നെ കിളി ഞാൻ അടിച്ച് പൊളിക്കോടാ. കിളി വരെ കിളിത്തരം കാണിച്ചു തുടങ്ങി. സമയം 11:28. നമ്മ 7 മണിക്ക് ഇറങ്ങിയതാണ്ടാ. ആകെ സമ്പാദിച്ചേക്കണത് 388 രൂപ. ഇനി തിരിച്ച് നമ്മൾ ഓടിച്ച് പള്ളുരുത്തി, അതായത് കൊച്ചി തന്നെ എത്തണം. അപ്പോൾ നമുക്കൊരു 500 കൂടി കിട്ടും. പിന്നെ നമ്മുടെ മൊബൈൽ ഷോപ്പിലേക്ക് 1 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ ഓട്ടം അതും കിട്ടും. ഒക്കെ പേഴ്സണൽ ഓട്ടങ്ങളാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ അതും കിട്ടും കേട്ടോ. നമുക്ക് നോക്കാം, വന്നാൽ മതി. ഗൈസ്, ടൈം 11:58 സ്റ്റിൽ പോസ്റ്റാണ്. സ്റ്റിൽ പോസ്റ്റ്. യൂബറെല്ലാം ഓണാണ്ടാ, ബട്ട് നോ അടി. ഗൈസ് 12:18 അവർ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല ഗൈസ്. നല്ല ചൂടായിട്ട് ഇപ്പോൾ ഇവിടെ. ഇടയ്ക്ക് AC ഇടും, ഇടയ്ക്ക് ഓഫാക്കും. പിന്നെ ഗ്യാസിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. അതുകൊണ്ട് ചൂടത്ത് വേർത്തൊലിച്ചിരിക്കണാണ് ഞാൻ. അവിടെ കൊണ്ടുവന്നിട്ട സ്ഥലത്ത് തൊട്ടപ്പുറത്ത് ഒരു പെങ്കൊച്ച് നിൽക്കുന്നുണ്ട്. അതും വള്ളിയാവും. ഇവിടെ നിന്നാണെങ്കിൽ അങ്ങോട്ട് ഫുള്ള് വെയിലുമാണ്. എന്നാലും ഇവിടെ നിന്ന് മാറ്റിയിടാം, അല്ലെങ്കിൽ ആ കൊച്ചിയായിരിക്കും ആ കൊച്ചിനെ കറക്കാൻ വേണ്ടി ഇരിക്കണേന്ന്. എൻ്റെ പൊന്നുമോളെ, ഞാൻ ആരെയും കറക്കാൻ വന്നതല്ല, ഞാനൊന്ന് ഒരു ഒഴിച്ചിലിന് വന്നതാണ്. ടീച്ചറേ ടീച്ചറേ ഓടി വരൂ. ഇതിലും വലിയ പോസ്റ്റാണ് നമുക്ക് യൂബർ തന്നുകൊണ്ടിരിക്കുന്നത്. യൂബറിൽ ഒരു അടി പോലും വന്നിട്ടില്ല. യൂബറല്ല, ഊബർ. എന്തായാലും നമുക്കൊരു ട്രിപ്പ് കൺമുന്നിലുണ്ട്. ഒരു ട്രിപ്പ് ഇവിടെ വന്നാൽ വന്ന്. അപ്പം 2 ട്രിപ്പ് ഇങ്ങനെ ഇരിക്കണേ, മനസ്സിലായോ? ഒരു ട്രിപ്പ് ഇവിടെ, ഒരു ട്രിപ്പ് ഇവിടെ. ഇത് വന്നാൽ വന്നു, അതെന്തായാലും വരും. എന്തൊക്കെ അവസ്ഥയാണല്ലേ. ഇൻഫോ പാർക്ക് വരെ എത്ര? ഇൻഫോ പാർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പാലാരോടത്ത് നിന്ന് ഇൻഫോ പാർക്ക് വരെ 150 രൂപ. 178 രൂപ കിട്ടിയല്ല ഇന്ന് ഓടിയിരിക്കണത് ഈ ഇത്ര സമയമായിട്ട്. അശോ, എന്തൊരവസ്ഥയാണത്. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കണ എനിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ എന്തായാലും ഗുണമില്ല. ഇതാണ് ഞാൻ ആലോചിക്കണേട്ടാ, എന്താണ് സംഭവിക്കണേ. ഞാൻ ഈ 3 ദിവസമായിട്ട് ഭയങ്കര ഷോക്കാണേ. ഞാൻ 150, 140 വെറുതെ CNG കത്തിച്ച് ഇരിക്കണെന്ന് മാത്രമേ ഉള്ളൂ. പേഴ്സണൽ ഓട്ടോ ഇല്ലെങ്കിൽ അപ്പൊ പെട്ടു. പൈസ എന്തായാലും ഞാനീ പറഞ്ഞേക്കില്ലേ യൂട്യൂബില് വ്ളോഗായിട്ട് എടുത്തിട്ടാ, ആൾക്കാരറിയട്ടെ എന്തായാലും. ബാംഗ്ലൂർ ഓടുന്ന ഒരാള് പോലെ ഇതിൽ ഇടണം ഡെയിലി ഇത്ര ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അത് എന്റെ വ്ളോഗായിരിക്കും കണ്ടേക്കണത്. ബാംഗ്ലൂരാ. നമുക്ക് ആദ്യത്തെ ഒരാഴ്ച നല്ല ഓട്ടം തന്നല്ല. അപ്പൊ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ട് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഓട്ടം കുറഞ്ഞ് ഇപ്പൊ ഈ ലെവലിലെത്തിയല്ല, മനസ്സിലായോ? അപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ എനിക്ക് പിന്നല്ലാണ്ട് എല്ലാ കാര്യം കറക്റ്റ് ആയിട്ട് പറയാ. കാരണം അവധി ദിവസങ്ങളില് പിന്നെ നമുക്ക് നോക്കാം, ഉണ്ടെന്ന് പറയാം. ഇത് എല്ലാ ദിവസവും അവധി ഇല്ലല്ലോ, അതാണ് വെട്ടണ. എല്ലായിടത്തും വണ്ടി വെറുതെ കിടക്കണേ ബ്രോ, എല്ലായിടത്തും വണ്ടി കിടക്കണേ. അതാണ് സംഭവം. എന്നാലും ഈ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചവിട്ടും, അവിടെ ഉള്ളവർക്ക് അതും ചവിട്ടും, ബാക്കിയുള്ളവർക്ക് കൊടുക്കുള്ളൂ. മൊത്തത്തിൽ സീനാണ് ഗൈസ്. ഇത് ഞാൻ പറയിപ്പിച്ച വീഡിയോ ഒന്നല്ലടാ, ലൈവാണ്. വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളവർ വിശ്വസിക്കുക. കാരണം ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല യൂട്യൂബിൽ. ഇവൻ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുമില്ലെന്നാണ് ഇതുവരെ, ഇങ്ങനെ വ്ളോഗ് ചെയ്യണ്ടെന്ന്. അവൻ ഷെയർ ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പോലും ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടില്ല. ഗൈസ്, കസ്റ്റമർ അവിടെ നിൽക്കണ്ടടാ, ഞാനപ്പോൾ അങ്ങോട്ടേക്ക് പോട്ടെ. ഗൈസ്, ഞാൻ അവരെ വീട്ടിലെത്തിച്ചിട്ടാ. 1:50 ആയപ്പോൾ തന്നെ അവർ വീട്ടിലെത്തിച്ച്. അവർ ഹാപ്പിയായി. അവർ ഇനി ഓട്ടോ ഉള്ളപ്പോഴൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് ഓൾറെഡി സ്ഥിരം ഒരു ഡ്രൈവർ ഉണ്ട്. അപ്പോൾ ആ ഡ്രൈവർ ഇല്ലാത്തത് കൊണ്ടാണ്
ഇന്ന് ഊബർ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഊബർ അങ്ങനെ വിളിക്കാറില്ല. ബാക്കിയുള്ള പോലെ ഓട്ടോ ഒക്കെ നമുക്കും കിട്ടുമായിരിക്കും. അതൊക്കെ ലക്കാണ്ട. എന്തായാലും ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു. ഇനി നമുക്ക് ഫുഡ് അടിക്കാൻ പോകണ്ടേ? ഇത്ര നേരമായിട്ട് 2 പുഴുങ്ങിയ മുട്ട മാത്രമേ കഴിച്ചിട്ടുള്ളൂ. 1:52 അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കഥകളിലേക്ക് പോവാം. അപ്പോൾ ആ ചെക്കൻ ഇന്ന് ഓട്ടം വല്ലതും ഉണ്ടാകുന്നു ചോദിച്ചു നോക്കാം. കിട്ടിയില്ലെങ്കില. താങ്കൾ വിളിച്ച വ്യക്തി മറ്റൊരു കോളിലാണ്. ആ വരാലോ. എത്ര മണിക്കാണ്? ഇപ്പൊ പോകാനാണോ? പോലെ ഓട്ടം കിട്ടിയാ മതി. ഓട്ടം തന്നെ. കൊച്ചി റൈഡർ കമ്മിങ്. ഗൈസ് മച്ചാനെ ഇറങ്ങിക്കണായിരുന്നു കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷ വിളിക്കണേ മുമ്പ് നമുക്ക് പെട്ടെന്ന് എത്താം. ഗൈസ് അങ്ങനെ നമ്മൾ ടർബോ മൊബൈൽസിന്റെ അവിടെ എത്തിയിട്ടാ. ഇത് മരുന്ന് കടയിലാണ്ട, പള്ളുരുത്തി മരുന്ന് കട. വിഷ്ണു അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആണ്ടാ മരുന്ന് നമ്മുടെ ഈ മൊബൈൽ ഷോപ്പ്. മച്ചാനവിടെ കട്ടപ്പണിയാണ്ട. വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നു. താങ്ക് യു. മൊബൈൽ ഷോപ്പിൽ ഓട്ടോ എനിക്കാണ്ട. അച്ഛൻ 1 മണിയാകുമ്പോൾ ഫുഡ് അടിക്കാൻ സമയത്താണ് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോണത്. ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു 1 മണിക്ക്. അപ്പം എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ഉള്ള സമയത്ത് ഞാൻ ഫോൺ എടുക്കാറില്ല, കട്ടാക്കി കളയാറ പതിവ്. എന്നിട്ട് നിർത്തി കഴിയുമ്പോൾ ഞാൻ അവരെ വിളിക്കും. ഗസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബ് ആവും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പരിപാടി ചെയ്യാറില്ല. എത്ര വലിയ അതാണെങ്കിലും ഞാൻ കട്ടാക്കി കളയാറ പതിവ്. അപ്പോൾ മച്ചാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മച്ചാൻ വിളിച്ചപ്പോൾ ഞാൻ കട്ടാക്കി കളഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അവന് പോകാൻ വേണ്ടിയുള്ള പരിപാടി നിൽക്കണമായിരുന്നു. ഭാഗ്യത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഓട്ടോ കൂടി കിട്ടിയിട്ടാ സെറ്റ്. ഇത് ഞാൻ അധികം പൈസ മേടിക്കൂല, 300 രൂപ മേടിക്കുള്ളൂ. 150 രൂപ അങ്ങോട്ടും 150 രൂപ ഇങ്ങോട്ടും. കാരണം നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മച്ചാനാണ് ഇത്. എല്ലാവരും നോട്ടിട്ട് വെച്ചു. എൻ്റെ പേര് ഷൈബി എന്നാണ്. ടർബോ മൊബൈൽസ് ഇട്ടാ, അതായത് നമ്മുടെ വിഷ്ണു അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഞാനെപ്പോഴും ഇവിടെ ഉണ്ടാവും. ഇവനെ സപ്പോർട്ട് ചെയ്തോട്ടാ. നല്ല മച്ചാനാണ്. നമ്മുടെ അനിയമ്പുള്ളിയാണ്. അടിപൊളി മച്ചാനാണ്. ഇവനെ നോട്ടിട്ട് വെച്ചോ. നിങ്ങൾക്ക് മൊബൈലൊക്കെ കുറഞ്ഞ ചിലവിൽ ഹോൾസെയിലായിട്ടൊക്കെ ഇവൻ സ്റ്റോക്ക് എടുത്ത് തരുകയൊക്കെ ചെയ്യോട്ടോ. നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടർബോ മൊബൈൽസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി. ഒരു ഏലിയൻ്റെ പടമാണ് മച്ചാനോ. അപ്പോൾ ഇവനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കുറേ മൊബൈൽ അക്സസറീസ്, മൊബൈൽ ടെക്നീഷ്യൻ്റെ പരിപാടികൾ ഇതെല്ലാം അവൻ പറഞ്ഞുതരാം കേട്ടോ. ഗൈസ് ഇന്നത്തെ പെട്രോൾ ഗ്യാസ് നമ്മുടെ ടർബോ മൊബൈൽസ് കേട്ടോ സ്പോൺസർ ചെയ്യണത്. അപ്പോൾ 2 കട്ടേ ഉള്ളൂ. ബാക്കി നമ്മുടെ ടർബോ മൊബൈൽസ് കൊടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടർബോ മൊബൈൽസിനെ വീഡിയോയിൽ കാണിച്ചല്ലേ, 2 കട്ടയുടെ ബാക്കി ടർബോ മൊബൈൽസ്. ടർബോ മൊബൈൽസ്. $530 രൂപ. മച്ചാൻ ഇത്തിരി തിരക്കാണ്. അപ്പോൾ ഇത്തിരി സ്പീഡിൽ പോയി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം പെട്ടെന്ന്. അപ്പോൾ മച്ചാന്മാരെ ഞാനിനി അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഗൈസ് അപ്പോൾ $530 രൂപ ഗ്യാസ് പുള്ളി അടിച്ചു തന്നിട്ടാ. ഇനി പുള്ളിന് സ്റ്റോക്കൊക്കെ എടുത്ത് പിന്നെ അതേ ഇപ്പോൾ ഒരു ഓട്ടോ കൂടി വന്നിട്ടുണ്ട്. പക്ഷെ അത് 3 മണിക്ക് എത്താനാണ് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞു ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയാന്ന് വെച്ചപ്പോൾ നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഓട്ടോ കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. ഇപ്പം എന്തായാലും ഫുഡും കൂടി കഴിക്കട്ടെ പോയിട്ട്. ഇത്ര നേരമായിട്ടൊരു അടിപൊളി വന്നല്ലോ കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ കൊച്ചിയിൽ പോയി തിരിച്ച് പള്ളിമുക്കി വന്നു. എന്നിട്ട് പോലും ഒരു അടിപൊളി വന്നല്ല ഊണ് പറഞ്ഞേട്ടാ. ഗൈസ് കറക്റ്റ് 3:30 മണിക്ക് ഒരു ഓട്ടോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 5 മണിക്ക് ഒരു ഓട്ടോ ഉണ്ട്. പക്ഷെ 3:30 മണിക്ക് എടുക്കണ ഓട്ടം ലോങ് ആയതുകൊണ്ട്, നമ്മുടെ ആ ചെല്ലാനത്തേക്കുള്ള ഓട്ടോ ആയതുകൊണ്ട് 5 മണിക്കത്തെ ഓട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ യൂബർ അടിയൊന്നുമില്ല കേട്ടോ. യൂബർ മരിച്ചു കിടക്കണേ. യൂബർ പോലെയും യാത്രയൊക്കെ മരിച്ചു കിടക്കണേ. ഒരു അടി പോലും വന്നുള്ള. പിന്നെ ഈ സമയത്ത് അടിയില്ലല്ലോ, അതെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് 3:30 ഓട്ടോ എടുക്കണം. ഇവനെ കൊണ്ടുപോയി അവിടെ ആക്കിയാലേ എനിക്ക് 3:30 ഓട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഗൈസ് ഇവിടെ കട്ട പോസ്റ്റാണ്. ആ വധൂരി എനിക്ക് നല്ല പണിയാണ്. നമ്മുടെ അനിയമ്പുള്ള ഉണ്ടാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിളിക്കണത്. ഡോണ്ട് വറി. 3:30 മണിക്ക് അവിടെ എത്താനാണ് പറഞ്ഞേക്കണത്. നമ്മ എത്താൻ ചാൻസ് കുറവാണ്ട. കാരണം ഇവൻ അവിടെ ഡ്രോപ്പ് അടിച്ചാലേ പോകാൻ പറ്റുള്ളൂ. 3:19 പെട്ടെന്ന് വാടേ. ഗൈസ് ടൈറ്റ് കോമ്പറ്റീഷൻ കേട്ടോ, ടൈറ്റ് കോമ്പറ്റീഷൻ. അവിടെ കസ്റ്റമർ വെയിറ്റ് ചെയ്യണം, ഇവിടെ കസ്റ്റമറിനെ അവിടെ ആക്കണം. സീൻ ഇവൻ പറയാണ് ഈ ഇലക്ട്രോണിക് സിറ്റി വരുമ്പോൾ ഈ കടയിൽ ആരും കയറരുതെന്ന്. കാരണം ഇവിടെ ഒടുക്കത്തെ കത്തിയാണെന്ന്. എല്ലാ ഹോൾസെയിൽ എടുക്കുന്ന റേറ്റ് പോലും നമുക്ക് തന്നില്ല. ആണല്ലേ. മഹാലക്ഷ്മി ഇലക്ട്രോണിക്സ് പാവങ്ങളെ പറ്റിക്കുന്ന കടയാണെന്നാ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് ആ കട അവോയ്ഡ് ചെയ്യാം.
പിന്നെ ഗൈസ് ഇതാ സ്ട്രെയിറ്റ് കാണുന്ന കട കണ്ട, അതും നല്ല കടയുണ്ട. അതായത് നല്ല ചീപ്പ് റേറ്റിലൊക്കെ കിട്ടുന്ന കടകളാണ്ട. ഇവിടെ ചില 2-3 കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആക്സസറീസ് ഒക്കെ നോക്കി നടക്കുന്ന ആൾക്കാർ അങ്ങനത്തെ കടയിലൊന്നും കയറാതെ നിങ്ങൾ അന്വേഷിച്ചിട്ടൊക്കെ കയറിട്ടാ. കാരണം ഇപ്പം നമ്മളെ പാവങ്ങളെ പറ്റിക്കണം എന്ന് പറയുമ്പോൾ നമ്മളതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരണം, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ കാര്യത്തിൽ ഇടപെടണില്ല. പിന്നെ അത് ക്യാമറയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റം അതൊക്കെ നൈസ് കടയുണ്ടോ അവിടെയൊക്കെ. ഞാൻ ഈ ഇതിൻ്റെ പുറകെ കിടക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായി. അപ്പോൾ എനിക്കറിയാം കുറച്ച് കടകളൊക്കെ. അപ്പോൾ ഇലക്ട്രോണിക് സ്ട്രീറ്റ് രവിപുരം, പള്ളിമുക്ക്, എറണാകുളം ഇലക്ട്രോണിക് സ്ട്രീറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ട് ഉള്ള ഹോൾസെയിൽ റേറ്റിലൊക്കെ സംഭവം കിട്ടുമോടാ. ഞാൻ 3:30 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പുള്ളീനെ വിളിച്ച് പറഞ്ഞ് ഒരു 10-15 മിനിറ്റും കൂടി നോക്കണം കേട്ടാന്ന്. കാരണം ഇവൻ 2-3 സംഭവം കൂടി എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വേറെ ഏതോ മേളിലോട്ട് ഒരു കടയിൽ കയറി പോയിക്കാം. അവിടെ ചീപ്പ് റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് പോസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മളെ മോനെ ഗസ്റ്റിനെ പിക്ക് ചെയ്തിട്ടാ. മട്ടാഞ്ചേരിയിൽ നിന്ന് ചെല്ലാനത്തേക്ക് പോണേ നമ്മുടെ ബ്രദറിനെ പിക്ക് ചെയ്ത്. ഇനി എൻ്റെ ഗസ്റ്റ് അല്ല, എൻ്റെ ബ്രദേഴ്സാണ്. ബ്രദേഴ്സ് എൻ്റെ ഫാമിലീസാണ് എൻ്റെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ. എല്ലാവരുമായിട്ട് നമ്മൾ ചങ്ക് കുറച്ച് പിടിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ചെല്ലാനം പോണ റൂട്ടിലാണ് എപ്പോഴും നമ്മൾ മേടിക്കണം, ഒരു കടി മേടിക്കണേണ്ട. ചക്കപ്പുരിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് ചെല്ലാനം പോണ വഴിയിൽ മേടിക്കാൻ വേണ്ടി കയറിയേക്കണേണ്ട. ഫുൾ CNG നമ്മുടെ ടർബോ അനിയൻ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 1600 ഓട്ടം കഴിഞ്ഞിട്ടാ ഈ സമയം വരെ, 4:29 വരെ. മാക്സിമം 6 മണി വരെ ഓട്ടം ഉള്ളൂ. പിന്നെ എനിക്ക് വേറൊരു ഓട്ടം കൂടി വന്നായിരുന്നില്ല ഗൈസ്, പേഴ്സണൽ ഓട്ടം. മറ്റേ ബാങ്ക് വഴി കിട്ടിയ ഒരു ഓട്ടമാണത്. അമ്മ ബാങ്കിലാണ് വർക്ക് ചെയ്യണം. അപ്പോൾ ബാങ്ക് വഴി കിട്ടിയ ഒരു ഓട്ടോ ആയിരുന്നു. അത് ഞാൻ എടുത്തില്ല, കാരണം ഈ ഒരു പോക്ക് പോണതുകൊണ്ട് അതെടുത്തില്ല. ഇനി കുറച്ച് നേരം നമുക്ക് റിസോർട്ടിലൊക്കെ മേളിലൊക്കെ കയറിയിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോരാം. ഞാൻ വ്ളോഗ് എടുത്തിട്ട് ഇരിക്കുമ്പോൾ ഈ ചെക്കൻ വന്ന് ഇങ്ങനെ ഇടങ്ങണ്ണിട്ട് നോക്കണ്ടിട്ടാ. ഇയാളാരാണെന്നൊക്കെയുള്ളത് നോക്കണ്ടിട്ടാ. ഡാ കൊച്ചിറക്ക, ഞാനാണ് കൊച്ചി റൈഡർ. ഡാ അവൻ ചക്കപ്പൊരി മേടിക്കാൻ വേണ്ടി വന്നേക്കണേടാ. അവന് മനസ്സിലായി, അവൻ ബ്ലോഗിൽ പെട്ടെന്നു. ഗൈസ്, കണ്ണമാലി പള്ളി എത്തിയിട്ടാ. ഇതാണ് കണ്ണമാലി പള്ളി. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടാ. ഇവിടെ മാർച്ച് 19 വലിയ നേർച്ച സദ്യയൊക്കെ ഉണ്ടാവൂട്ടാ. അടിപൊളിയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലാണ്ടാ കടലൊക്കെ ഉള്ളത്. ബീച്ചൊക്കെ ഞാൻ കാണിച്ചു തരാട്ടാ, വരും വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. ഗൈസ്, ചെല്ലാന റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്ടത്. അപ്പുറത്ത് ഇപ്പുറത്തെ കായല്, ചെറിയൊരു വഴി കൂടി കയറി വേണം നമ്മൾ എത്താൻ. കുഴി പോയി ചാടരുത്, നോക്കി കണ്ടൊക്കെ എടുക്കാം. അപ്പൊ വലിയൊരു കായലിലേക്ക് വന്ന് ചേരും. അപ്പുറത്തെ സൈഡ് കണ്ട തെങ്ങും തോപ്പ്, അടിപൊളിയാണ്. റിസോർട്ട് ഇരിക്കണ സ്ഥലം അടിപൊളി ഒരു ഏരിയയിലാണ്ടോ. ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ പറയാം. ഇനി കുറച്ച് നേരം ഞങ്ങൾ മേളിൽ പോയി വന്നിട്ട് കാണാം. വണ്ടി ഞാൻ അവിടെ റോട്ടിൽ തന്നെ ഇട്ട്. അവിടെ കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ വണ്ടി അവിടെ തന്നെ ഇട്ടു. ഗൈസ്, അപ്പോൾ 6 മണിയായിട്ടാ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേട്ടാ. അപ്പോൾ ഒരു 750 കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാക്സിമം 20+20 കിലോമീറ്റേഴ്സ് 40 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുമ്പോൾ 1000+ ഒരു 550ക്ക് ടർബോ മൊബൈൽസ് നമുക്ക് CNG അടിച്ചു തന്നു. പ്ലസ് ഒരു 750 ഇടാം. അപ്പോൾ 2150 ഞാൻ ഇന്ന് ഒപ്പിച്ചിട്ടാ. സെറ്റായി. അപ്പോൾ മച്ചന്മാരെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മച്ചന്മാരെ. അപ്പോൾ താങ്ക്സ് ഇട്ടാ. പിന്നെ ഫസ്റ്റ് ടൈം ഒരു സബ്സ്ക്രൈബർ നമ്മളെ വന്ന് മീറ്റ് ചെയ്തിട്ടാ. അത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ 6 മണി ആറായി കറക്റ്റ്. അപ്പോൾ 6 to 6 7 to 6 ഞാനിന്ന് ഓടിയേട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. ബൈ ഗൈസ്. 6:45 ഞാനിവിടെ കമ്പനിയിൽ ഇവരുടെ അതിലൂടെ എത്തിയത്. ഗസ്റ്റിനെ ഡ്രോപ്പ് അടിച്ച് ரொம்ப ടയർഡാണ് ഗൈസ്. 6 മണിക്ക് എണീറ്റ് 12 മണിക്കൂർ ഓടിയിട്ടാണ് ഞാനിന്ന്. ഈ സമയത്ത് നോക്കി ജൂട്ടോൺ കാണാൻ എന്ത് രസം നോക്കി, അടിപൊളിയല്ലേ.